കാസർഗോഡ് മഞ്ചേശ്വരം വാമഞ്ചൂരിൽ കാർ ഡിവൈഡറിൽ ഇടിച്ച് പരിക്കേറ്റ അച്ഛനും മകനുമടക്കം 3 പേർ മരിച്ചു എന്നുള്ളതാണ് ഇന്ന് പുലർച്ചെ വന്ന വാർത്ത. പൈവളിക ബായിക്കട്ട സ്വദേശികളാണ് മരിച്ചത്. വാഹനത്തിലുണ്ടായിരുന്ന കർണാടക ഉപ്പിനങ്ങാടി സ്വദേശി രത്തനെ ഗുരുതരമായ പരിക്കുകളോടെ മംഗളൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അരുൺ പാറയ്ക്കൽ അപകട സ്ഥലത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. അരുൺ, എത്ര മണിക്കായിരുന്നു ഈ അപകടം? എങ്ങനെയാണ് ഇതുണ്ടായത്? അതിവേഗത്തിൽ വന്ന കാറാണോ ഡിവൈഡറിൽ ഇടിച്ചത്? ഓവർ സ്പീഡ് തന്നെയാണോ കാരണം? എസ്കേൻ, അമിത വേഗതയാണ് അപകട കാരണമെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ സാധിക്കും. ഒപ്പം ഈ NH 66 പണി നടക്കുകയാണ്. മംഗലാപുരത്ത് നിന്ന് ഉള്ള റോഡാണ്. ഇവിടെ പണി നടക്കുമ്പോൾ അതിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണവും ഈ അപകടത്തിന് ഇടയാക്കിയെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എസ്കേൻ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ ഒന്ന് കാണാൻ സാധിക്കും. ഈ ദൃശ്യങ്ങളിൽ NH പണി നടക്കുകയാണ്. പണി നടക്കുന്ന സമയത്ത് ഈ പാലത്തിൻ്റെ പഴയ റോഡിൻ്റെ കൈവരിയിലേക്ക് ഈ റോഡ് ജോയിൻ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഈ ആളുകൾ ശ്രദ്ധിക്കപ്പെടാതെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. ഈ കൈവരി പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. അതൊരു പക്ഷേ കാണാതിരുന്നാവാം ഈ അപകടത്തിന് കാരണമെന്ന് നമുക്ക് പ്രാഥമികമായി വിലയിരുത്താൻ സാധിക്കും. എന്തായാലും വലിയ രീതിയിലുള്ളൊരു അപകടമാണ്. ആ കൈവരിയിൽ ഇടിച്ചതിന് ശേഷം ഈ കാറ് 50 മീറ്ററോളം അകലേക്ക് പോയി എന്നാണ് SK നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഇതിൻ്റെ അവശിഷ്ടങ്ങൾ, ഈ വാഹനത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ചിന്നിച്ചിതറിയ നിലയിലാണ്. നമുക്ക് ഈ വലിയൊരു സ്ഫോടനമൊക്കെ നടന്ന പോലെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഇത് വാഹനം വെട്ടിപ്പൊളിച്ചല്ല പുറത്തേക്ക് ആളുകളെ എടുത്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ പല ഭാഗങ്ങളിലായി ചിന്നിച്ചിതറിപ്പോയ അവസ്ഥയിലാണ്. ഈ 3 പേരും പുറത്തേക്ക് തെറിച്ചു വീണ അവസ്ഥയിലായിരുന്നു. പൈവളികെ ബായിക്കട്ട സ്വദേശി ജനാർദ്ദന, മകൻ അരുൺ, ബന്ധു കൃഷ്ണകുമാർ എന്നിവരാണ് മരിച്ചത്. ഈ കൃഷ്ണകുമാറാണ് വാഹനം ഓടിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ട്. അമിത വേഗതയായിരുന്നു വാഹനത്തിനുണ്ടായിരുന്നത്. ഒപ്പം പാലത്തിൻ്റെ കൈവരി ശ്രദ്ധിക്കാനിടയില്ല. ആ കൈവരിയിലേക്ക് ഇടിച്ചു കയറി അങ്ങനെ വാഹനം തെറിച്ചു പോവുകയായിരുന്നു. 50 മീറ്ററോളം ദൂരത്തേക്ക് വാഹനം തെറിച്ചു പോയ നിലയിലാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് സ്കാൻ വാഹനത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. ആ 50 മീറ്ററോളം വാഹനത്തിൻ്റെ ടയറും സീറ്റുമൊക്കെ റേഡിയേറ്ററുമൊക്കെ ചിതറി പല ഭാഗത്തേക്കും തെറിച്ച അവസ്ഥയിലാണ്. ഈ പ്രദേശത്തായിരുന്നു ഈ ആളുകൾ തെറിച്ച് വീണു കിടന്നിരുന്നത്. അവർ ഈ 3 പേരും സംഭവ സ്ഥലത്ത് തന്നെ തൽക്ഷണം മരിച്ചു എന്ന് പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നുണ്ട്. മറ്റൊരാൾ കർണാടക ഉപ്പിലങ്ങാടി സ്വദേശി രത്തനാണ്. രത്തൻ ഇപ്പോൾ മംഗലാപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ രത്തൻ്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നുണ്ട്. മരിച്ച 3 പേരുടെയും മൃതദേഹം മഞ്ചേശ്വരം മംഗൽപാടിയിലെ താലൂക്ക് ആശുപത്രിയിൽ ഉണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഇതിപ്പോൾ ഈ വാഹനത്തിൻ്റെ ഒരു അവസ്ഥയാണ്. നമുക്ക് പകൽ വെളിച്ചത്തിൽ കൂടുതൽ ഒരു വിഷ്വൽ കാണാൻ സാധിക്കുന്നുണ്ട്. പൂർണ്ണമായും വാഹനം തകർന്നിട്ടുണ്ട്. ഡ്രൈവറുടെ ഭാഗമാണ് ഇടിച്ചത്. പൂർണ്ണമായും വാഹനം തകർന്നിട്ടുണ്ട്. പഴയ വണ്ടിയാണ്, ഡിസയർ വണ്ടിയാണ്. ഇത് രജിസ്ട്രേഷൻ വാഹനമാണെന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എയർ ബാഗ് ഒന്നും വാഹനത്തിലില്ല എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും പൂർണ്ണമായും വാഹനം തകർന്ന അവസ്ഥയിലാണ്. വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകൾ പുറത്തേക്ക് തെറിച്ചു വീണ ഒരു അവസ്ഥയായിരുന്നു. മഞ്ചേശ്വരം പുഴയാണ്. വാമഞ്ചൂർ പാലത്തിലാണ് ഈ ഒരു അപകടം നടന്നത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയായിരുന്നു ഈ അപകടം നടന്നത്. 3 പേരും തൽക്ഷണം മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായ പരിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇന്നലെ പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ ചേർന്നാണ് ഈ വാഹനത്തിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് എത്തിക്കുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്ത്. എന്തായാലും വലിയൊരു അപകടമാണ്. അശ്രദ്ധമായ ഡ്രൈവിങ്ങും അതുപോലെ തന്നെ അശാസ്ത്രീയമായ റോഡിൻ്റെ നിർമ്മാണവുമാണ് ഈ അപകടത്തിന് കാരണം. താങ്ക് യു.